വയനാട് നെല്ലാറച്ചാൽ കാരാപ്പുഴ അണക്കെട്ടിലേക്ക് ജീപ്പ് മറിഞ്ഞ സംഭവത്തിൽ 5 നാദാപുരം സ്വദേശികൾ കസ്റ്റഡിയിൽ. വീഡിയോ ചിത്രീകരണത്തിനിടയിലാണ് ജീപ്പ് നിയന്ത്രണം വിട്ട് മറഞ്ഞത് എന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടത്തിൽപ്പെട്ട ജീപ്പ് ട്രാക്ടർ ഉപയോഗിച്ച് വടംകെട്ടി മുകളിലെത്തിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സുർജിത്ത്, ഇത്തരത്തിൽ അവിടേക്ക് ആളുകൾ തുടർച്ചയായി എത്തി അപകടമുണ്ടാകുന്ന സ്ഥിതിയുണ്ടല്ലോ, ഇത് തടയാൻ ഒരു നടപടിയുമില്ല എന്നാണോ സുർജിത്ത്? ഉന്മേഷ, അപകടം ഉണ്ടാവുകയല്ല, അപകടം ഉണ്ടാക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം നെല്ലാറച്ചാൽ എന്ന് പറയുന്നത് വളരെ സ്വസ്ഥമായ ആളുകൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഈ ഓഫ് റോഡ് ജീപ്പും ട്രാക്ടറും ഒക്കെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത്. അത് ഒരിക്കലും അപകടം സ്വാഭാവികമായി അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല, ബോധപൂർവം അപകടം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള പ്രകടനങ്ങൾ അവിടെ നടക്കുന്നതുകൊണ്ടാണ്. നെല്ലാറച്ചാൽ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്രദേശമാണ്, പുൽമേടായിട്ടുള്ള പ്രദേശമാണ്. തൊട്ടു താഴെ കാരാപ്പുഴ അണക്കെട്ടാണ്. അവിടേക്ക് ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട്, അവിടെ ആസ്വദിച്ച് മടങ്ങാറുമുണ്ട്. ഇന്ന് രാവിലെ നാദാപുരം സ്വദേശികളായിട്ടുള്ള 5 പേരാണ് എത്തിയത്. അത് ജീപ്പിലാണ് വന്നത്. ജീപ്പിലെത്തിയ ശേഷം അവർ റീൽസും മറ്റും ചിത്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി അഭ്യാസ പ്രകടനം തുടങ്ങി. നേരെ ഈ ജീപ്പ് കാരാപ്പുഴ അണക്കെട്ടിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. ഈ ജീപ്പ് വലിച്ചു കയറ്റിയത് ട്രാക്ടറിൻ്റെ സഹായം ഉപയോഗിച്ചാണ് വലിച്ചു കയറ്റിയത്. ഒപ്പം തന്നെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ് ഈ നെല്ലാറച്ചാൽ എന്ന് പറയുന്ന പ്രദേശം. ഇറിഗേഷൻ്റെ അധികൃതരെല്ലാം തന്നെ എത്തി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടുള്ള ചഞ്ചൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി. അതിനുശേഷം അവർ ഒരു തീരുമാനമെടുത്തു, അവിടേക്ക് ഇനി വാഹനങ്ങൾ കയറ്റേണ്ടതില്ല എന്നുള്ളത്. ഉന്നതികളിലേക്ക് മാത്രം പോകാനുള്ള വാഹനങ്ങൾ മാത്രം കടത്തിവിടും, അല്ലാത്ത വാഹനങ്ങൾ താഴെ പാർക്ക് ചെയ്ത് മുകളിലേക്ക് നടന്നു വന്നാൽ മതി എന്നുള്ള തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ നിലവിലെത്തിയിട്ടുണ്ട്. കാരണം അത്രമാത്രം ഉപദ്രവമാണ് പ്രദേശവാസികൾക്കടക്കം ഉണ്ടാകുന്നത്. ഈ അർത്ഥത്തിൽ ഈ ഒരു വളരെ സുന്ദരമായൊരു പ്രദേശത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു ഇടപെടലാണ് വരുന്നത്. സ്വാഭാവികമായും ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ളൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം, അവിടെ പരിശോധനകൾ ഉണ്ടാകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാരെല്ലാം ഉന്നയിക്കുന്നത്. നാട്ടുകാർക്കും ഇത് വലിയ രീതിയിലുള്ള ശല്യമായി മാറിയിട്ടുണ്ട്. ഉന്മേഷ്, ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.